അദ്ദേഹം വളരെ ലക്ഷണശാലിയും പണ്ഡിതനും അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയും ഒക്കെ ആയിരുന്നു. അദ്ദേഹം എഴുതിയുണ്ടാക്കിയ ഭരണഘടനയുടെ അന്തസത്തയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭാരതത്തിൽ ഇന്ന് അതിശക്തമായ ഒരു ഭരണഘടനയുടെ കീഴിൽ ഇന്ത്യയിലെ ജനങ്ങളെ ഭരിക്കപ്പെടുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അന്ന് ഈ രാജ്യത്തെ അധസ്ഥിത വിഭാഗത്തിന് പൊതുനിരത്തിൽ കൂടി നടക്കുവാനും അതുപോലെ തന്നെ പൊതുരംഗത്തേക്ക് കടന്നു വരുവാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഉണ്ടാക്കിക്കൊണ്ട് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുവാനും പൊതുരംഗങ്ങളിലേക്ക് കടന്നു വരുവാനും അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളാണ് പിൽക്കാലത്ത് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംവരണം പോലുള്ള സംവരണം പോലുള്ള പട്ടികജാതിക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വളരെ ഉദാത്തമായ പ്രവർത്തനം. അതുമൂലം നമ്മളിന്ന് വളരെയധികം സ്വാതന്ത്ര്യം അനുഭവിക്കും. അദ്ദേഹത്തെ നമ്മൾ സ്മരിക്കുന്നത് എന്തുകൊണ്ടും വളരെ ഉചിതവും അതുപോലെ തന്നെ നമ്മുടെ മുൻ നേതാക്കന്മാരെ സ്മരിക്കേണ്ടത് നമ്മുടെ പിൻതലമുറയുടെ ആവശ്യകതയും അംബേദ്കറുടെ ദർശനങ്ങളും ഉദ്ബോധനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തലമുറയെ നമുക്ക് നയിക്കുവാൻ കഴിയണം. അദ്ദേഹം തുടങ്ങിവെച്ച പാതകളിൽ നിന്നുകൊണ്ട് അദ്ദേഹം തുടങ്ങിവെച്ച പ്രവർത്തന ശൈലിയിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഈ രാജ്യത്തെ പാവപ്പെട്ടവരും അധസ്ഥിതരും പട്ടികജാതിക്കാരും പീഡനം അനുഭവിക്കുന്നവരുടെ വിമോചനത്തിന് വേണ്ടി ഇനിയും ബഹുദൂരം നമുക്ക് കടന്നു പോകേണ്ടിയിരിക്കും. ആ സ്ഥാനങ്ങളിലൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സാമൂഹ്യ നീതിക്ക് വേണ്ടി നമുക്ക് പോരാടേണ്ടിയിരിക്കുന്നു. എല്ലാ മേഖലകളിലും പട്ടികജാതിക്കാരൻ തള്ളപ്പെടുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നു. നമുക്ക് മറ്റുള്ളവരോടൊപ്പം നിൽക്കുവാനോ മറ്റുള്ളവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ്. അത് നമ്മുടെ ഐക്യമില്ലായ്മയാണ്. അതുകൊണ്ട് പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങളിന്മേൽ എല്ലാ പട്ടികജാതി വിഭാഗങ്ങളും ഒരുമിച്ച് പോകുന്നത് ഐക്യത്തോടുകൂടി പോരാടുവാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുമ്പോൾ അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ഈ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രണ്ട് വാക്ക് സംസാരിക്കും. ഗുരുവായൂർ ശങ്കരനോട് സംസാരിക്കും. ബഹുമാന്യരെ, ഇന്നത്തെ ദിവസം ലോകം ആദരിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. വാസ്തവത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരന്റെ ചവിട്ടിമതിക്കപ്പെട്ട ഭരണത്തിൽ നിന്ന് അധികാരം ഏൽപ്പിച്ചത് ഇവിടുത്തെ മണ്ണിന്റെ മക്കളായ പട്ടികവർഗ സമുദായത്തിനാണ്. അത് ചരിത്രം മറന്നുകൊണ്ടാണ്, അത് മറപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ വരേണ്യവർഗക്കാർ ഇന്ത്യ ഭരിക്കുന്നത്. 1500 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നാടുകൾ ഭരിച്ചിരുന്നത് ചേരരാജ ചോളരാജ സമ്പ്രദായങ്ങൾ നിലനിന്ന കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാരാണ്. അവരെല്ലാം പിന്നോക്ക പട്ടികവർഗ സമുദായത്തിൽപ്പെട്ടവരാണ് നാട്ടുരാജാക്കന്മാർ. ആ നാട്ടുരാജാക്കന്മാരെ മാറ്റി അവരെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇവിടുത്തെ വരേണ്യവർഗക്കാർ മുൻപന്തിയിൽ വന്നിട്ട് ഇവിടുത്തെ നെഹ്റു, ഗാന്ധിജിയും അതുപോലെ NS കാർത്തികരും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പരമോന്നത ജാതിപീഠങ്ങൾ ആ അധികാരം കയ്യിലാക്കി ആണ് ഇന്ന് ഭരിക്കുന്നത്. വാസ്തവത്തിൽ മണ്ണിന്റെ മക്കളായ നമുക്ക് ഇന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുകയും മരണം വരെ പോരാടിയതും ആണ് നമ്മുടെ മഹാൻ അൻബേദ്കർ. അപ്പൊ നമ്മളെ പൂർവ്വ പിതാക്കന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. നമ്മുടെ പിതാവ് മരിച്ചുപോയാൽ നമ്മുടെ ദേശത്ത് നമ്മളെ സംരക്ഷിച്ചിരിക്കുന്ന കാവൽക്കാരായ നമ്മളെ ദേശാധിപതികളായ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ മൺമറഞ്ഞു പോയാൽ അവരെ ആദരിക്കുകയും അവരെ കാൽപ്പാടുകളെ പിൻപറ്റി ജീവിക്കേണ്ടത് നമ്മുടെ ബാധ്യതയും നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തെ മറന്ന് നമ്മൾ വരേണ്യവർഗക്കാരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് നിർത്തി നമ്മുടെ സമുദായത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, മണ്ണിന്റെ മക്കൾക്ക് വേണ്ടി പൊരുതുവാൻ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പാവന സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. അടുത്തതായി ഗുരുവായൂർ ശങ്കരൻ. ആരാധനായ ദേശീയ പട്ടികജാതി കുട്ടികൾക്കായി സംസ്ഥാന
പ്രസിഡന്റ് ശ്രീ DS പറഞ്ഞു. ഈ സംഘടനയുടെ പാർട്ടി പ്രസിഡന്റ് ശ്രീ ജി മഹേഷ് ചേരൻ, കൊടുങ്ങൂർ സുരേന്ദ്രൻ, ഇവിടെ ആയിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരൻ, ഈ വേദിയിൽ ദീർഘമായ പ്രസംഗത്തിന് പ്രശസ്തിയില്ല. കാരണം ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുമ്പോൾ പട്ടികജാതി പട്ടികവർഗക്കാരുടെ മനസ്സിനകത്ത് ഓടിയെത്തുന്ന ചിത്രം മറ്റു ഒരു നേതാക്കന്മാർക്കും ഇത്തരത്തിൽ ഹൃദയത്തിനകത്ത് സ്ഥാനം പിടിക്കാൻ കഴിയാത്ത ഒരു രൂപം നമ്മുടെ മനസ്സിനകത്തുണ്ട്. ഒരു പണം വെച്ച് വിളക്ക് കത്തിച്ചതുകൊണ്ടോ അതിൻ്റെ മുന്നിൽ ഒരു തിരി കത്തിച്ചതുകൊണ്ടോ ആയില്ല. പക്ഷെ പാവപ്പെട്ടവരുടെ പട്ടികജാതി പട്ടികവർഗക്കാരന് ഇന്ന് വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിനകത്ത് മായാത്ത ഒരു ചിത്രം പോലെ അദ്ദേഹത്തിൻ്റെ അവദാനങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലികളെക്കുറിച്ച്, അദ്ദേഹം എന്തുമാത്രം പട്ടികജാതി പട്ടികവർഗത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ആപ്തവാക്യങ്ങളെ അടിച്ചേൽപ്പിക്കുവാൻ നമ്മൾ തയ്യാറായി. എങ്കിൽ മാത്രമേ കാലം അവർക്കൊരു ഉണർവ് ഉണ്ടാകാൻ പറ്റും. തൻ്റെ വർഗത്തെക്കുറിച്ചുള്ള ബോധം അല്ലെങ്കിൽ ബോധവൽക്കരണം അവർക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു പാഠമായി ചെയ്യും. അദ്ദേഹത്തിൻ്റെ ജാതിയും മതത്തെയും മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് സവർണ വരേണ്യവർഗം പിറന്തള്ളുമ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് വെക്കുവാൻ കഴിയാത്തൊരവസ്ഥയാണ്. നാം ഇതിൽ നിന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ സമുദായം ഒരുമിച്ച് നിൽക്കുവാനും അവർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ സംഘടിക്കുവാൻ കഴിയും. ജാതി ഉപജാതി അതിനപ്പുറത്ത് തന്നെ വർഗീയമായ കലാപങ്ങളും അതിനകത്ത് വർഗീയമായ മാറ്റി നിർത്തലും ഉള്ള ഈ കാലഘട്ടത്തിൽ നാം സഹോദര തുല്യരായി, അത് ജാതിയോ മതമോ നോക്കാതെ, പട്ടികജാതിക്കാരിൽ പല 111 വർഗമുണ്ട്. ഈ 111 വർഗത്തിൽ തണ്ടാം, തച്ചൻ, പാടൻ, കുറവൻ, വേടൻ, ഇങ്ങനെ പുലയൻ, സമുദായ അടക്കമുള്ള ആളുകൾ ഇത് യാതൊരു വിധമായ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയെങ്കിൽ പോലും ഒരു ഭാഗങ്ങളിലും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു. ഒരു ഒത്തൊരുമ നമുക്ക് ആവശ്യമാണ്. ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തന മഹത്തായ നേട്ടത്തിലേക്ക് വഴിതെളിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ നമ്മൾ ഒരുമിച്ച് നിൽക്കുവാൻ ഒരവസരമാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ ഐക്യവേദി. അതിന് മുമ്പിൽ ആരാധ്യനായ BR അംബേദ്കർ നയിച്ച പാതയിലൂടെ നയിക്കുവാൻ, നടക്കുവാനും അദ്ദേഹത്തെ ആപ്തവാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കുവാൻ ഈ അവസരം നാം വിനിയോഗിക്കണം. അതിൻ്റെ ഒരു പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പാതാരബന്ധങ്ങൾ നമ്പർ ശിരസനായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാർത്തകൾ ഇവിടെ പ്രസംഗിക്കുന്നു. അതായത് സംസ്ഥാന കമ്മിറ്റി അംഗം ബഹുമാനപ്പെട്ട സംസ്ഥാന ഐക്യവേദിയുടെ പ്രസിഡന്റ് ശ്രീ DS രാജേന്ദ്രൻ, ബഹുമാനപ്പെട്ട വർക്കിംഗ് ചെയർമാൻ ശ്രീ റോബിൻ സർ, ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ ഗോപാലകൃഷ്ണൻ, ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി മഹേഷ് ചേരൻ അവരുടെ ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് ബഹുമാനിയർ, ഇന്ന് ലോകം മുഴുക്കെ ഡോക്ടർ BR അംബേദ്കറുടെ ചരമദിനം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, പട്ടികജാതി വർഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി അങ്ങേയറ്റം പോരാടിയ ഒരു മഹാൻ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് നമുക്ക് സംവരണം വരെ കിട്ടിയതും സംവരണ മണ്ഡലങ്ങൾ പാർലമെൻറ്റിലും അസംബ്ലിയിലും സംവരണ മണ്ഡലങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പോരാടി അതിന് അംഗീകാരം നേടുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഒട്ടാകെ സംവരണങ്ങൾ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ കഷ്ടപ്പെട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൻ്റെ ഒരു മൂലയിൽ ഒരു ചാക്കിലിരുന്നാണ് അദ്ദേഹം പഠിച്ചത്. ആ ചാക്ക് തൊടാൻ പോലും അവിടുത്തെ ആൾക്കാർ അതിന് അംഗീകാരം കൊടുത്തിട്ടില്ല. അതുകൂടാതെ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ പോലും ഇല്ലാത്ത അനുവാദം കൊടുത്തില്ല. അത്ര കഷ്ടപ്പെട്ട് പഠിച്ച് ഉന്നത നിലയിലെത്തി ഇന്ത്യയെ രക്ഷിക്കുന്നതിന് വേണ്ടി അന്നൊരു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ അതിനൊരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ നിയമിക്കുകയും ആ ഭരണഘടനയുടെ അംഗമായി ചേർന്നുകൊണ്ട് ഭരണഘടന എഴുതിയുണ്ടാക്കി ആ ഭരണഘടനയിൽ കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളാണ് നമുക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പട്ടികജാതിക്കാർക്ക് വേണ്ടി അങ്ങേറ്റം പോരാടി വിജയിച്ച ഒരു മഹാൻ വ്യക്തിയാണ്. ഒടുക്കം ലോകം മുഴുക്കെ അത് അംഗീകരിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിലാണ് നമുക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആരും മറക്കരുത്. അതുപോലെ തന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം നമുക്ക് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും അങ്ങേയറ്റം നമ്മൾ സ്മരിക്കേണ്ടതാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ചരമദിനം ആചരിക്കുന്ന അവസരത്തിൽ പട്ടികജാതി പട്ടികവർഗ ഐക്യവേദിയുടെ പേരിൽ ഇങ്ങനൊരു സംരംഭം തുടങ്ങാൻ നമുക്ക് എല്ലാവർക്കും പ്രയോജനം നൽകിയ ഇത് ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഇതിൻ്റെ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ അടുത്ത മഹേഷ്, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ DS രാജ് സാർ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ്
സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകൃഷ്ണ, സംസ്ഥാന കമ്മിറ്റി അംഗം സുരേന്ദ്ര സാർ, വേദിയിൽ ആയിരിക്കുന്ന മറ്റ് യൂണിറ്റുകളിൽ നിന്ന് കടന്നു വന്ന എല്ലാ സഹോദരങ്ങൾക്കും ദേശീയ പട്ടികവർഗ ഐക്യവേദിയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ സ്നേഹത്തെ അറിയിക്കുകയാണ്. നമ്മൾ കൂടി വന്നത് ഒരു മഹത് വ്യക്തിയുടെ 158ാം ചരമദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തെ സ്മരിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ഈ ദിവസം സുപ്രധാന ദിവസമായി ലോകത്ത് എല്ലാ വ്യക്തികളും കാണുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച മഹത്തായ ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അടിസ്ഥാനങ്ങൾ, അദ്ദേഹം എടുത്ത ത്യാഗങ്ങൾ, മറ്റു പട്ടികജാതി പട്ടികവർഗ ആൾക്കാരുടെ ഇടയിൽ അത് എത്തിക്കുക, എങ്ങനെ നമുക്ക് നമ്മുടെ രക്ഷയെ കണ്ടെത്താമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ ഇത്രത്തോളം എത്തിക്കുവാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം നേരത്തെ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ പാവപ്പെട്ടവരായി പഠിച്ചു ഉന്നത നിലയിലെത്തുകയും മഹാത്മാരെന്ന് കരുതുന്ന പലരുടെയും മധ്യത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം സവർണ മതത്തിനെതിരെ പോരാടി. ആ പോരാട്ടത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മതത്തെ സ്വീകരിക്കുവാൻ കഴിഞ്ഞു. ഇന്നിവിടെ നടക്കുന്നത് ഒരു മത വിദ്വേഷികളുടെ പട്ടികജാതിക്കാരെ മതമാറ്റം നടത്തി ഹൈന്ദവ മതത്തിലോട്ടും ക്രിസ്തീയ മതത്തിലോട്ടും പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മതത്തിനാണ് ഇവിടെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട്, സമുദായത്തിനല്ല മതത്തിനാണ് മൂല്യമായി കൊടുത്തുകൊണ്ട് ഇവിടെ പ്രചരിക്കുന്നത്. മഹാത്മാ അംബേദ്കർ ആ മതത്തിനെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ സമുദായത്തിന് ഓരോ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെയും പുരോഗതിക്കായി നമുക്ക് അണിചേർന്ന് മുന്നേറാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ അവസരം ഞാൻ ഇതിനായി വിനിയോഗിക്കുന്നു. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട ദേശീയ പട്ടികജാതി പട്ടികവർഗ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് സഹോദരങ്ങളെ, ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 158ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇന്നത്തെ ഈ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് വലിയൊരു അവസരം കിട്ടിയത് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി ആശംസിക്കുന്നു. പ്രവർത്തനം രേഖപ്പെടുത്തുകയാണ് എൻ്റെ കർത്തവ്യം. ഇന്നിവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ അംബേദ്കറുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇത്രയും വിപുലമായ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത എൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എസ് രാജസ്വാമി DPAVയുടെ പേരിലുള്ള പ്രവർത്തനം നന്ദി ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന് ഈ ദേശീയ പട്ടികജാതി പട്ടികവർഗ പേരിലുള്ള പ്രവർത്തനം ആശംസിക്കുന്നു. അതുപോലെ എത്തിച്ചേർന്ന ശ്രീ ഗുരുവായൂർ ശങ്കരസ, മറ്റ് സംസ്ഥാന ഭാരവാഹികളെ, എല്ലാവർക്കും ദേശീയ പട്ടികജാതി പട്ടികവർഗ ഐക്യവേദിയുടെ പേരിലുള്ള അതിൽ തന്നെ